AI ചെയ്ത പോർഷനുകൾ പല ഘട്ടങ്ങളായിട്ട് വിൽക്കാൻ കാണിക്കാൻ ജോഫിൻ വരികയും ആ AI പോർഷനുകൾ കാണുന്നതിനകത്ത് ഈ ലാസ്റ്റത്തെ കത്ത് വായിക്കുന്ന സീനും കണ്ടതിന് ശേഷം മമ്മൂക്ക വീണ്ടും വിളിച്ചിട്ട് വെളുപ്പിന് 6 മണിക്ക് വിളിച്ചിട്ടാണ് മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞ് ഇത് തിരുത്തി ഡബ് ചെയ്തത്. ആദ്യ സിനിമയിൽ സ്നേഹപൂർവ്വം മമ്മൂട്ടി എന്ന് പറഞ്ഞ് വീടുന്നതായിരുന്നു. അത് പറ്റുന്നില്ല, മമ്മൂട്ടി ചേട്ടൻ തന്നെ നമുക്ക് ചെയ്യാം. പക്ഷെ അദ്ദേഹം വിദേശത്തേക്ക് പോകണം, അപ്പോൾ വെളുപ്പിന് തിരിച്ച് വിളിച്ചിട്ടാണ് അത് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുമതി വേണിച്ചേട്ടനും നല്ല ചേട്ടനുമായിട്ടും എല്ലാവരും സമൂഹത്തില് അല്ല, അതിനൊപ്പം തന്നെ വേറെ സംഭവം ഞാൻ നമുക്ക് അടുത്തുകൊണ്ട് ആദ്യം കഥ പറയുന്ന സമയത്ത് ഈ മുത്താരം ഇവിടെ ഉണ്ടായിരുന്നില്ല, അതിന് പകരം അത് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കേട്ട് മൊത്തം കഥ കഴിഞ്ഞ സമയത്ത് നമുക്ക് പറഞ്ഞത് ഇതുമായിട്ട് സമാനമായിട്ടുള്ളൊരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം നിങ്ങൾ ശ്രീനിവാസനും സിംസാറിനെ വന്നിട്ട് മമ്മൂക്ക അടുത്ത് വന്ന് ഇങ്ങനെ എനിക്ക് കത്ത് വരുന്നുണ്ട്, ആ കത്തിൽ മമ്മൂട്ടി ചോട്ടൻ എന്ന് പറഞ്ഞിട്ട് നമ്മളുണ്ട്, അത് ഞങ്ങൾക്ക് സിനിമയാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കോട് ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾ അഭിനയിക്കേണ്ട, ഡബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഇതുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് മമ്മൂക്കയാണ് ഈ മുത്താലിൽ വിയുടെ റെഫറൻസ് ഞങ്ങൾക്ക് തരുന്നത്. അങ്ങനെ ഞങ്ങൾ സാധനം കണക്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇത്രയും ബ്രില്യൻ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അത് ഇങ്ങനെ വന്നൊരു സംഭവമാണ്. മമ്മൂട്ടിയാണ് ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്ന മമ്മൂക്കയാണ് പറഞ്ഞത്. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആയത് അതിന്റെ കാലഘട്ടം നോക്കുമ്പോൾ ഭയങ്കര എന്നെ അതാണ് അത്ഭുതപ്പെടുത്തിയത്. കാരണം ഞാൻ മുത്താറിൽ നിന്ന് പിയോയുടെ ഫൈനൽ പ്രിന്റ് ആയി കഴിഞ്ഞ ശേഷം അത് മദ്രാസിൽ അത് ഫിലിം ചേംബർ എന്ന് പറയുന്ന ഒരു തിയേറ്ററുണ്ട്, അവിടെയാണ് പ്രീവിയസ് വർഷം ഇടാറുള്ളത്. അപ്പം ഞാൻ ലിസി അന്ന് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ രഞ്ജിത്ത് ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ പ്രിവ്യൂവിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടി ഞാൻ ലിസിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വിജയകുമാറുണ്ട്. വിജയകുമാർ കാതോട് കാലത്ത് അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ലിസിക്ക് അഡ്വാൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം പറയാനോ മറ്റോ വന്നതാണ്. അപ്പം ഞാൻ ഈ പ്രിവ്യൂവിൻ്റെ കാര്യം പറയുകയും വൈകുന്നേരം അത് പ്രിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിജയകുമാർ അന്ന് യാത്രയാകും. വിജയകുമാർ അത് കാണാൻ നിന്നില്ല. അദ്ദേഹം ഈ സിനിമയുടെ കൊടൈക്കനാലിലേക്കല്ല, അതൊരു പ്രധാന ലൊക്കേഷൻ കൊടൈക്കനാലായിരുന്നു. അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്ന ദിവസം. അപ്പം കൃത്യമായിട്ടും ഇന്നലെ നിങ്ങളുടെ കഥയിൽ പറയുന്ന ആ ഒരു പീരിയഡ് കൃത്യമായിട്ട് വർക്കായി. 85 ജൂണിൽ മുത്താരംകുന്ന് പിയോ റിലീസാകുന്നു, ഇതാ നവംബറിൽ റിലീസാകുന്നു. അപ്പോൾ അത് ആ ഒരു കറക്റ്റ് ടൈം വരികയും ചെയ്തു. അല്ല, അതുപോലെ അത്ര റെഫറൻസ് എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യമാണ് ഓരോ സിനിമകളുടെ കാര്യം പറയുന്നത്. പിന്നെ എന്താ പറയുക, ഇപ്പൊ കൊള്ളാശ്ശേരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. എൻ്റെ അന്നത്തെ കാലത്ത് ഞാൻ അതിൻ്റെ റെഫറൻസ് ഞാനുടെ കുറേ സ്കിൽസുകൾ കാണിച്ചു. പിന്നെ ജോൺ പോളിനൊക്കെ അന്നത്തെ ജോൺ പോൾ ഞാൻ അന്ന് നിങ്ങൾ ഫസ്റ്റ് അതൊക്കെ ചോദിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ അങ്കിളല്ല കേട്ടോ, അന്ന് ഇത്ര തടിയില്ലേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ അത് കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടെഴുതിയ ജോൺ പോൾ അന്നത്തെ ജോൺ പോൾ മാത്രമല്ല, ഈ ജോൺ പോൾ സാറിന്റെ നമ്മുടെ സഫാരി ചാനലിൽ ഒരു വിഷയം കാണിക്കുന്നുണ്ടല്ലോ, അതിലൊരു 2 ഡയലോഗ് ശബ്ദം നോക്കണം, നമ്മൾ വിഷ്വൽ ഇല്ലാതെ ഓഡിയോ പോകുന്നുണ്ട്. അപ്പം ആ ശബ്ദം കിട്ടാൻ തന്നെ എത്ര മിനിറ്റുകാരെ നമ്മള് എനിക്ക് തോന്നി എന്ത് കറക്റ്റ് വെച്ചല്ലേ. എത്രയോ പേരെ പരീക്ഷിച്ചിട്ടാണ് ആ ശബ്ദത്തില് ആ ഓഡിയോയിലോട്ട് എത്തിയിട്ടുള്ളത്. പിന്നെ കറക്റ്റ് സിംഗ് വരുന്നിടത്ത് ഇതിന്റെ പുറകിൽ നിന്നാണ് ഷോട്ട് ചെയ്യുന്നത്. കുറച്ച് പറഞ്ഞു കുറച്ച് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് ചോദിക്കാം. ഇതിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്നെ AI ചെയ്യാതെ തന്നെ അവതരിപ്പിച്ചു. അതിന് കാരണത്തില്ല അന്നെങ്ങനെ എപ്പോഴും എപ്പോഴും അനുഭവം തോന്നുന്നുണ്ട്. ഇപ്പോഴും മുതലേ ഞങ്ങായിട്ടിരിക്കുന്നു ജലസ് മാത്രമേ കേട്ടോ മോഹനപോലെ. അതിന് വേറൊന്നും കൂടെ ഉണ്ട്. ജഗദീഷേട്ടൻ പറഞ്ഞു വന്നിട്ടുള്ളത് അതില് ഈ ജഗദീഷേട്ടൻ വർത്തമാനകാലത്തിൽ ഇരുന്നിട്ടാണല്ലോ ഈ കഥ മുഴുവൻ പറയുന്നത്. ഈ കഥ പറയുന്നതിൽ ജഗദീഷേട്ടൻ ഒരു യൗവനം കാണിക്കുന്നുണ്ട്. ആ യൗവനത്തിൽ ജഗദീഷേട്ടൻ ഞാൻ ആ കുട്ടിക്ക് ഒരു കത്ത് എഴുതുന്നത് അതിന് ജഗദീഷേട്ടൻ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതിനെ യൗവനമാക്കിയിട്ടുണ്ട്. ശബ്ദത്തിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ശബ്ദം ആയിരിക്കുമല്ലോ അതിനെ. അപ്പൊ അതിനെ ഒരു ഇത്തിരി ജഗദീഷ് നിത്യഭാവമാണെങ്കിലും അതിനെയും ആ കത്തില് പറയുന്ന ശബ്ദവും ഇത്തിരി മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്താ ചോദിക്കാം? മുകേഷ് ചേട്ടാ, എൻ്റെ ഒരു ഡൗട്ടാണ്. ജഗദീഷ് ചേട്ടാ, മുകേഷ് ചേട്ടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. പ്രിയദർശൻ സാറിന്റെ പടത്തിൽ തന്നെ
ഒത്തില്ല എന്നുള്ള ഡയലോഗ് അത് അദ്ദേഹം കണ്ടുപിടിച്ച് വന്നാണ്. പ്രിയദർശൻ മാറ്റിയിരുത്തി പറഞ്ഞു അവിടെ ഒത്തിരി ഒന്മാർ നിൽക്കുന്നുണ്ട്, ഇത് എനിക്ക് തന്നെ തന്നെന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്. മുകേഷ് ചേട്ടൻ പറഞ്ഞത് ഒത്തില്ല ഒത്തില്ല അല്ല, അത്തരത്തിലുള്ള ഒരുപാട് എന്താ പറയാ ഡയലോഗ്സ് മുകേഷിന്റേതായിട്ടുള്ള ഒത്തില്ല, പുല്ല്, അതേപോലെ മുകേഷിന്റെ കോൺട്രിബ്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ അമ്മിണിക്കുട്ടിയുടെ ഈ ഒരു കഥ ശ്രീനേട്ടനോട് ജഗദീഷേട്ടനാണ് പറഞ്ഞത്. അല്ല, അമ്മിണിക്കുട്ടി ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷനാണ്. അമ്മിണിക്കുട്ടി, KP അമ്മിണിക്കുട്ടി എന്നുള്ള പേരും എന്റെ കഥയിലെ നായികയുടെ പേര് വേറെയായിരുന്നു. അതില് രസകരമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഇതിൽ മുകേഷിന് കൊടുത്തിരിക്കുന്ന പേര് ദിലീപ് കുമാർ എന്നാണ്, ശ്രീനിവാസിന് കൊടുത്തിരിക്കുന്ന പേര് ദേവാനന്ദ് എന്നാണ്. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 2 ഹീറോസിന്റെ പേരാണ് ഇതിൽ അവരുടെ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. അവർക്ക് വലിയ പേരുകൾ, വലിയ നടന്മാരുടെ പേരുകളാണ് കൊടുത്തത്. പക്ഷെ എന്റെ കഥാപാത്രത്തിന് ശ്രേണി തന്ന പേര് എനിക്ക് ഇന്ന് ഇഷ്ടമാണ്, വാസു. മലയാളത്തിന്റെ മണമുള്ള പേരാണ്. ഹിന്ദി നടന്മാരെ പിന്നിൽ പോയിട്ടില്ല. ഞാൻ സൈക്കിൾ ഷോപ്പുകാരൻ വാസുവാണ്. അതിൽ അമ്മിണിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം മാത്രമല്ല, ധാരാസിംഗ്, എന്റെ കഥയിൽ ധാരാസിംഗ് ഇല്ലായിരുന്നു, ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷനാണ്. അത് ധാരാസിംഗിനെ പോലുള്ള ഒരാള് കീഴ്പ്പെടുത്തിയാൽ മാത്രമേ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നാക്കിയാൽ അത് കൂടുതൽ ഗ്രിപ്പിംഗ് ആവുന്ന ശ്രീനിവാസൻ. നമ്മളെല്ലാവരും സിബിയൊക്കെ പറഞ്ഞു എവിടുത്തെ ധാരാസിംഗിനെ കിട്ടും. അത് വേറെ ഒരു ധാരാസിംഗ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ സിനിമയിൽ ഇങ്ങനെ കാണിക്കുവാണല്ലോ, മാനിപ്പുലേറ്റ് ചെയ്യുവാണല്ലോ, അതിൽ സിനിമയാണെന്ന് അറിഞ്ഞിട്ട് പോലും ധാരാസിംഗ് അത് ഇടയിൽ ഞാൻ തോക്കുവാണെങ്കിൽ ഞാൻ തോക്കാൻ റെഡിയല്ല എന്ന് പറഞ്ഞ് ബോർഡുണ്ട്. അതുള്ളൂ അതല്ല, ആ കഥ അത് അങ്ങനെയല്ല, തോക്കാൻ റെഡിയല്ല നമ്മുടെ കഥയില്. അതെ, പിന്നെ ഡയലോഗ് കറക്റ്റ് ചെയ്തേണ്ടി വന്നു. സത്യമുള്ളതാണ് കുസ്തി എന്ന് പറഞ്ഞു. ഇതില് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ഇതിൽ മുത്താരംകുന്നിനെ കുറിച്ച് മാത്രം ഒരു ദിവസം ഫുൾ പറയാനുണ്ട്. ഇതില് ദാരാസിംഗിന്റെ ക്യാരക്ടർ കൊണ്ടുവന്നു എങ്ങനെ ദാരാസിംഗുമായിട്ട് ബന്ധപ്പെടും. അപ്പൊ എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഫോൺ ചെയ്യിച്ചു. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഫോൺ ചെയ്ത് ദാരാസിംഗിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് സംസാരിച്ചു. സംസാരിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് പറഞ്ഞ് സിംഗ് സാബുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. അപ്പൊ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ സമ്മതിച്ചു. വന്ന് കണ്ടോളൂ, കഥ പറഞ്ഞോളൂ എന്ന് സമ്മതിച്ചു. അടുത്ത ചോദ്യം, ആര് പോവും? ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു, സിബി ഫുള്ളി ബിസിയാണ്, ശ്രീനിവാസൻ സീൻസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓൺലൈൻ പക്ക ഓൺലൈനാണ്. അപ്പൊ ആര് പോകും? അപ്പൊ പറഞ്ഞ ശ്രീനിവാസൻ നീ തന്നെ പോകണം. ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, എനിക്ക് ഫ്ലൈറ്റ് ഞാൻ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ഞാൻ തനിച്ചാണ്. അന്ന് ഒരു ഷൂസ്ട്രിങ് ബഡ്ജറ്റിൽ പടം എടുക്കുകയാണ്. കാരണം എത്ര ബഡ്ജറ്റ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സിബി അതിൽ തീർത്തു കൊടുക്കാന്ന് പറഞ്ഞു, ആ വാക്ക് പാലിക്കുകയും ചെയ്തു. കാരണം ഇതിനകത്ത് ആ പടത്തിന് ഇത്രയും ഒരു അംഗീകാരം കിട്ടുമ്പോൾ പോലും ഒരു കാര്യം മനസ്സിലാക്കണം, അത് വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ ആ ഇത്ര നിശ്ചിത ദിവസത്തിനുള്ളിൽ തീർത്ത പടമാണ്. ക്യാമറാമാൻ കുമാറിനെയും സിബിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം അതിന്റെ ഒരു ഭംഗി ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദാരാസിംഗിനെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടൊക്കെ പോയി അവിടെ ചെന്ന് സിംഗ് സാബിനെ കണ്ടു. അപ്പൊ ഇവിടുന്ന് പറഞ്ഞത് അദ്ദേഹം അന്ന് പഞ്ചാബി സിനിമകൾ സംവിധാനം ചെയ്യുന്നുണ്ട്. പഞ്ചാബി സിനിമയിൽ വളരെ ബിസിയാണ്. ഹിന്ദി സിനിമയിൽ മർദ് പോലുള്ള സിനിമകളൊക്കെ ഗംഭീര വേഷം ചെയ്ത ആളാണ്. ഇവിടുന്ന് പറഞ്ഞു 2 ലക്ഷം രൂപ വരെയാണെങ്കിൽ ജഗദീഷ് കമ്മിറ്റ് ചെയ്തിട്ട് വരണം. അപ്പൊ ഇവിടുന്നുള്ളവർ ഇവരൊക്കെ 10 ലക്ഷം ചോദിക്കും, 15 ലക്ഷം ചോദിക്കും. ഞാനവിടെ പോയി സിംഗ് സാബിൻ്റെ അടുത്ത് ഒരു കഥയൊക്കെ പറഞ്ഞു, കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ റെമ്യൂണറേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തരാൻ പറ്റുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇത് റെമ്യൂണറേഷനായിട്ട് കണക്കാക്കരുത്. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ പഞ്ചാബി സിനിമയുടെയും വളരെ താഴെയാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മൾ നല്ല സിനിമകൾ എടുക്കുന്ന ആൾക്കാരാണ്. സാർ വേറെ ഒന്നും വിചാരിക്കരുത്, റെമ്യൂണറേഷൻ വിചാരിക്കരുത്. സാർ എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുതെന്ന് 10 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സാർ 25,000. ഞങ്ങൾ വിശ്വസിക്കില്ല, 25,000 ഞാൻ ബുക്ക് ചെയ്തിട്ട് വരുന്നത്. ശ്രീനിവാസൻ സിബി 25,000 ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞ നിങ്ങൾ അതൊന്നും അറിയരുത്. അദ്ദേഹം അതിന് സമ്മതിച്ചു. അത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്. എന്റെ വാചകത്തിന്റെ മെഡിക്കനെ കാണും, അദ്ദേഹത്തിന്റെ വലിയ മനസ്സാക്കാണ് ഞാൻ കാണുന്നത്. നല്ല സിനിമയ്ക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻസ്. നമ്മൾ ദാരാസിംഗിന് വേണ്ടി എത്ര കോഴി അറേഞ്ച് ചെയ്യണം, എത്ര മുട്ട അറേഞ്ച് ചെയ്യണം, എത്ര പാൽ അറേഞ്ച് ചെയ്യണം. സാധാരണ മനുഷ്യർ കഴിക്കുന്ന ഒരു ഫുഡിനെ കാണാം. അപ്പോൾ ഒരു വേറെ രീതിയിലുള്ള ഡയറ്റ് എന്നുള്ളതിൽ കഴിഞ്ഞ് വേറെ ഒന്നും വേണ്ട, വേറെ ഒരു കണ്ടീഷൻസും ഇല്ല. നമ്മുടെ കൂടെ നമ്മളുടെ ഒരാളായി തന്നെ അവിടെ ഷൂട്ട് ചെയ്ത് ഏറ്റവും സ്നേഹത്തോടെയാണ് പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് ഭാസി സാറിന്റെ സഹോദരനായ ചന്ദ്രാജി സാറാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അതാണ് മുത്താരംഗ പിയുടെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്.
ഒരുപാട് ഈ ദിലീപ് കുമാറിൻ്റെയും ദേവാനന്ദിൻ്റെയും ഈ അന്നത്തെ പ്രേമത്തിനൊരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രീനിവാസൻ. എങ്ങനെ പുതുമ കൊണ്ടുവരാൻ കഴിയും? ഈ നായകന്റെ പ്രേമത്തിനൊരു പുതുമ വേണം, എങ്കിലേ വർക്കാവും എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ ഒരു മമ്മൂട്ടി ഫാനാക്കി, അമ്മിണിക്കുട്ടിയെ മമ്മൂട്ടി ഫാനാക്കി. എന്നിട്ട് അമ്മിണിക്കുട്ടി കത്തെഴുതുമ്പോൾ ആ കത്ത് പൊട്ടിച്ച് വായിച്ചു, ഓ അത് ശരി. അപ്പൊ അതിന് മറുപടി മുകേഷ് തന്നെ എഴുതുന്നു, ഈ ദിലീപ് കുമാർ തന്നെ എഴുതി, അത് മമ്മൂക്കയുടെ ശബ്ദത്തിൽ തന്നെ നമ്മൾ കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെ അമ്മിണിക്കുട്ടി കേട്ടിട്ട് വീണ്ടും ഈ പോസ്റ്റ് മാസ്റ്റർ കാണാൻ പോകുന്നു. അങ്ങനെയാണ് ആ കഥ കൂടുതൽ വികസിച്ചത്. അല്ല, ഇതില് നാന കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതില് ഈ രവിയുടെ യൗവനം ശ്രീജിത്ത് രവി തന്നെ ചെയ്തേക്കുന്നത്. അപ്പൊ അതിലൊരു നാന ഇങ്ങനെ തിരിച്ച് കാണിക്കുന്നതിൻ്റെ അകത്ത് മമ്മൂക്കയുടെ ഫോട്ടോ വെച്ചിട്ട് അതിന് ഹെഡിങ് നടൻ അഹങ്കാരമോ. ആദ്യമേ ചോദിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഞാനിലെ വാർത്ത എന്താണ്. ഓ അതിനകത്തും അത് തന്നെയാണോ പറഞ്ഞേക്കുന്നത്? 40 വർഷം മുമ്പുള്ള ഞാനിലെങ്കിലും നല്ലത് കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് നിനക്ക് എവിടെ ചോദിക്കുന്നത്? നടൻ അഹങ്കാരമോ? അല്ല, ഇപ്പോഴൊരു ആ ഒരു അന്നത്തെ കാലത്തെ പത്രസ്വഭാവവും മൊത്തത്തിലുള്ള സ്വഭാവം വെച്ച് അങ്ങനെ ചെയ്തു തന്നെയാണ്. അന്ന് ഗോസിപ്പിന്റെ പ്രധാനം, അന്ന് ഗോസിപ്പിന്റെ പ്രധാനം. ഇപ്പൊ ഓൺലൈനിൽ നിങ്ങൾ ഇടാറുണ്ടല്ലോ. ഇവനൊക്കെ ഇവനാരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? ഇവന് ഈ അടുത്ത കാലം വരെ അതായിരുന്നില്ല ജോലി. ആസിഫ് അലി നമുക്ക് എല്ലാവർക്കും അറിയാം. ആസിഫ് അലിയുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഒരിക്കലും താഴോട്ട് പോയിട്ടില്ല. ആസിഫ് അലിയുടെ ഇപ്പോൾ ആസിഫ് അലിയുടെ ഒരു പടം എന്ന് പറയുമ്പോൾ ആസിഫ് അലിയുടെ സെലക്ഷനെ കുറിച്ച് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടായിരിക്കും പ്രേക്ഷകർ വരിക. ഇനി അടുത്ത ചിത്രം ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രമാണ്. അതിലും ഭാഗ്യവശാൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എനിക്ക് സിബി സാറിനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് ഈ ശ്രീനിവാസൻ സാറ് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ, അതായത് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞതാണ് ലൊക്കേഷനിൽ വന്നിട്ട് ഒരു സിഗരറ്റ് വലിച്ച് ലൊക്കേഷൻ വണ്ടിയുടെ പുക മുഖത്തായിട്ട് അടിച്ചാലാണ് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഫുൾ പ്രിപ്പയർഡ് ആയിക്കില്ല, അദ്ദേഹം ലൊക്കേഷനിൽ വന്നാണ് സ്ക്രിപ്റ്റ് എഴുതുള്ളൂ. അപ്പോൾ ഈ ലൊക്കേഷൻ എഴുതി സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് സാറിന് വന്ന് ഈ ഷോർട്ട് ഡിവിഷനൊക്കെ ചെയ്തിട്ട് എപ്പോഴാണ് അത് ഷൂട്ട് ചെയ്യാനുള്ള ടൈമിംഗ് എങ്ങനെയാണ് അന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരുന്നത്? ഈ ജനറേറ്ററിന്റെ രണ്ടുപേരും അതെ, അന്ന് രണ്ടുപേരും മറുപടി പറഞ്ഞിട്ട് എനിക്ക് പറയാനുണ്ട്. ഈ ജനറേറ്ററിന്റെ പുക കേട്ടിട്ട് അല്ലെങ്കിൽ ശബ്ദം കേട്ടിട്ട് എഴുതുക എന്ന് പറയുന്നത് എക്സാജറേറ്റഡ് ആയിട്ട് നമ്മൾ തമാശയായിട്ട് പറയുന്നതാണ്. അത് ലോഹിയെ കുറിച്ചും പറയാറുണ്ട്, ശ്രീനിയെ കുറിച്ചും പറയാറുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും മിക്കവാറും സിനിമകൾ ഷൂട്ടിൻ്റെ പാരലായിട്ട് തന്നെയാണ് എഴുതിക്കൊണ്ട് പോകാറുള്ളത്. പക്ഷെ കഥയുടെ ഒരു ധാരണയുള്ളതുകൊണ്ട്, ഒരു ഓൺലൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാം ഇന്ന ഓരോ സീനിൻ്റെയും കണ്ടന്റ് നമുക്കറിയാം. പക്ഷെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് കിട്ടുന്ന അവസാന നിമിഷത്തിലായിരിക്കും. പക്ഷെ അതങ്ങ് ചെയ്ത് ഞങ്ങൾക്കൊക്കെ ശീലമായി. ആ ഒരു പ്രഷറിൽ നിന്നുകൊണ്ടാണ് എല്ലാ സിനിമകളും അക്കാലത്ത് ചെയ്തു വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ഭരതം ചെയ്തതും അങ്ങനെ തന്നെയാണ്. വല്ലാത്ത കഥയേ ഇല്ല, പാട്ടുകളൊക്കെ അപ്പം വരിക, അങ്ങനെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇതെൻ്റെ ആദ്യത്തെ സിനിമയെന്ന് കൂടെ ആലോചിക്കണം. ഞാനങ്ങനെ 7 പടങ്ങളുടെ അസോസിയേറ്റ് അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്ത ശേഷം ആദ്യ സിനിമ വരുമ്പോൾ തന്നെ മുഴുവൻ സ്ക്രിപ്റ്റില്ലാതെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ്. പക്ഷേ നമുക്ക് ഒരു ഗുണമുള്ളത്, നമുക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും അവൈലബിളാണ്, എല്ലാ ലൊക്കേഷനിലും ഉണ്ട്. അപ്പോൾ ഏത് സീൻ എപ്പോഴും എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാരുണ്ട്, ആർട്ടിസ്റ്റും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 7 സിനിമകളാണെങ്കിലും അതിനകത്ത് വലിയ രീതിയിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടാണ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തത്. അപ്പം ഇത്തരം പ്രഷറുകളൊക്കെ നേരിട്ട് തന്നെയാണ് അവിടേക്ക് എത്തുന്നത്. കമൻറ്റും അതുപോലെ തന്നെ എനിക്ക് വേറെ എന്താ വെച്ചാൽ സിബി പറഞ്ഞതിന് കുറച്ച് തന്നെയാണ്. ശ്രീനിവാസനായിട്ട് ചെയ്ത പടങ്ങളൊക്കെ തന്നെ ഒരു പടത്തിന് ഒരു ഫുൾ സ്ക്രിപ്റ്റ് നേരത്തെ എഴുതിയിട്ടില്ല. എല്ലാം ഡയലോഗ്സ് ലൊക്കേഷനിൽ നിന്നിട്ട് എഴുതിയിട്ടുള്ളൂ. അതിലേറ്റവും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രത്യേകത തോന്നുന്നത് ഡിസ്കഷൻ ഏകദേശം ഒരു നാളുണ്ടാവും. ഒരു 5-10 മാസമൊക്കെ ഇരുന്ന് ഞങ്ങൾ കഥ ഉണ്ടാക്കി സ്ക്രീൻ പ്ലേ ഉണ്ടാക്കിയിട്ട് ഏകദേശം സ്ക്രീൻ പ്ലേ കറക്റ്റായി 1 ലൈൻ പറയുള്ളൂ. 1 ലൈൻ പക്കയായി.
ഈ വൺ ലൈൻ വെച്ചിട്ടാണ് ലൊക്കേഷൻ കാണാൻ പോകുന്നത്, സോങ് കമ്പോസ് ചെയ്യുന്നത്, ബാക്കി എല്ലാ കാര്യങ്ങളും വൺ ലൈൻ വെച്ചിട്ടായിരുന്നു. സ്ക്രിപ്റ്റ് ഒരു സീൻ പോലും എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ശ്രീനിയെ സംബന്ധിച്ചോളം ശ്രീനി ഭയങ്കര ആ കാര്യത്തിൽ ഭയങ്കര ഓർമ്മ കാര്യങ്ങളാണ്. ഒരു അന്ന് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പോലും ശ്രീനിയെ ഓർമ്മിക്കാറുണ്ട്. നമ്മൾ അന്നങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്ക്രിപ്റ്റിൽ വരും, ഡയലോഗ്സിലെല്ലാം വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കോൺഫിഡൻസ് ശ്രീനിയോട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് തകർത്തൊരു സിനിമയുണ്ട്, കാരണം ചമ്പക്കുളം തച്ചനാണ്. ചമ്പക്കുളം തച്ചിൽ ഇതുപോലെ മണലയിലായിരുന്നു ലൊക്കേഷനിലായി സോങ് ഒക്കെ ഷൂട്ടിങ്ങിന് ലൊക്കേഷനിൽ ആർട്ടിസ്റ്റ് അടക്കം എത്തി. ശ്രീനിവാസൻ വേറൊരു പടത്തിൽ ഷൂട്ടിങ് അഭിനയിക്കുന്ന ഹീറോയുടെ അഭിനയിക്കുന്ന പടം, അവിടെ എൽഡപ്പായിട്ട് പുള്ളിക്ക് വരാൻ പറ്റില്ല. ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം രാവിലെ ഒരു ഉച്ചയപ്പോഴും പുള്ളി എത്തി, നല്ല പനിയായിട്ട് വരുന്നത്. അത് കിടന്ന് ഉറങ്ങി. എന്നിട്ട് രാത്രി എന്നോട് ചോദിക്കുക, ശ്രീനി നമ്മുടെ പടത്തിൻ്റെ കഥ എന്താണ്? പിറ്റേന്ന് രാവിലെ ഷൂട്ടിങ്ങോട് കിട്ട പടമാണ്. അതിന് മധുസാരം കെ.ആർ. വിജയ, രംഭ, അന്ന് രംഭയല്ല അമൃതാവിൻ്റെ പേര്, അവരടക്കം വന്നിരിക്കുകയാണ് പിറ്റേന്ന് കാലത്ത് എടുക്കേണ്ട സീൻ. ഞാൻ ഞെട്ടിപ്പോയിട്ട് ശ്രീനിയുടെ കഥയുടെ അറിയില്ല, കഥ എന്താണെന്ന് എന്നോട് ചോദിച്ചു. ആ ശ്രീനിവാസൻ അന്ന് രാത്രി ഞങ്ങൾ ഇരുന്നിട്ട് ഫുൾ വൺ ലൈൻ വായിക്കും. വൺ ലൈൻ എന്തെങ്കിലും കോപ്പിയുണ്ട്, ശ്രീനിയുടെ പെട്ടിയിൽ ഇരിക്കേണ്ടു. ഞാൻ ആ കോപ്പി വെച്ചിട്ട് വൺ ലൈൻ ഫുൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീനിയുടെ സംഭവങ്ങൾ കംപ്ലീറ്റ് ഉണ്ടല്ലോ, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓർമ്മ ആ കാര്യത്തിൽ സംഭവിക്കുന്നു. ആക്ച്വലി അത് ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങിയതുകൊണ്ടാണ്. ആദ്യത്തെ ദിവസം സോങ്ങിൻ്റെ കുറച്ച് ഷോർട്സ് എടുക്കുമ്പോൾ സിബിക്ക് അറിയാം, സിബി പലപടങ്ങളും അങ്ങനെ ഇരിക്കും, സോങ് ആയിരിക്കും അതിനുണ്ട്. കാരണം ലോഹിയുടെ സ്ക്രിപ്റ്റ് വരാം, സ്ക്രിപ്റ്റിൻ്റെ അതുകൊണ്ട് സോങ് ആയിരിക്കും മിക്കവാറും ശ്രീനിവാസൻ്റെയും ലോഹിദാസിൻ്റെ പടങ്ങളുടെ ഷൂട്ടിങ്ങിൽ ഞങ്ങളൊക്കെ ആദ്യം തുടങ്ങില്ല. 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ട്രാക്കിലായെന്നുള്ളതാണ്. പിന്നെ ഒരു ദിവസം പോലും എനിക്ക് സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് സീനിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒന്നുകിൽ രാവിലെ റൂമിൽ സീൻ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കാലം പോകുമ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടാവും, അതിന് സീൻ ഉണ്ടാവും ഷൂട്ട് ചെയ്യേണ്ട ദിവസം. അല്ലെങ്കിൽ അന്ന് ലാൽജോസും ദിലീപൊക്കെ എൻ്റെ അസിസ്റ്റൻസാണ്, ഇവരായിരിക്കും ഹോട്ടലിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സീൻ കൊണ്ട് വരും. ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ജഗദീഷിനും പറയാനുള്ള ഇതിനോട് ചേർത്ത് വെക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ശ്രീനിവാസൻ ഒരു ലോക സിനിമയിൽ തന്നെ ഒരു അത്ഭുതമാണ്. അതിന് കാരണം അതായത് ഇവർ പറഞ്ഞത് കറക്റ്റാണ്. വൺ ലൈൻ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ, അതിൽ ഇത്ര പേജിൽ ഫുൾ സ്കാപ്പ് പേപ്പറിലായിരിക്കും എഴുതി വയ്ക്കുക. അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന മാർജിനിൽ പോയിന്റുകളെല്ലാം ഇങ്ങനെ കുറിച്ച് വയ്ക്കും. അത്ഭുതം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ എടുക്കുന്നത് 98 സീനുകൾ ഉണ്ടെങ്കിൽ 97ാമത്തെ സീൻ വേണമെങ്കിൽ എഴുതി കൊടുക്കും. ഇത് വേറെ ഒരു റൈറ്റർ കൊണ്ടും പറ്റില്ല. കാരണം കഥ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുക, ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യാന്ന് ഒരു 5 സീൻ എഴുതി കഴിഞ്ഞാൽ അത് പിടികിട്ടും. ഇത് ഫസ്റ്റ് ഡേ 97ാമത്തെ സീൻ എഴുതി കൊടുക്കാൻ ശ്രീനിവാസന് കഴിയും. അദ്ദേഹത്തിൽ അത്ഭുതത്തോടെ സിബി നോക്കി. ഇപ്പോൾ സിബി ഓർക്കുന്നുണ്ടാവും, ഹിസൈനസ് അബ്ദുള്ളയുടെ ക്ലൈമാക്സ് എന്തെന്ന് സിബിക്ക് അറിയില്ല, ലോഹിയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെല്ലാം ആർട്ടിസ്റ്റ് എന്നല്ലേ ഇരിക്കുന്നത്, ക്ലൈമാക്സ് എന്താണ് എനിക്ക് അറിയില്ല. അപ്പൊ ലോഹി അങ്ങനെയാണ്, ഒരു സീൻ എഴുതാതെ അടുത്ത സീൻ ലോഹിക്ക് എഴുതാൻ പറ്റില്ല. ലോഹിക്ക് സീൻ നമ്പർ 2 എഴുതി കൊടുത്തിട്ട് പിന്നെ സീൻ നമ്പർ 61 എഴുതി കൊടുക്കാൻ പറ്റില്ല. 2, 3, 4 അങ്ങനെ എഴുതിയിട്ട് ലോഹിക്ക് ഫുള്ളായിട്ട് നാടകം എഴുതും പോലെ ഫുള്ളായിട്ട് അതിൽ എഴുതുന്നതനുസരിച്ച് 5 കഴിഞ്ഞിട്ട് 6 ചിലപ്പോൾ പറയുന്ന രീതിയിലായിരിക്കില്ല, വേറെ രീതിയിൽ പോകും. 7 വേറെ രീതിയിൽ പോകും, 8 വേറെ രീതിയിൽ പോകും. ശ്രീനിയെ സംബന്ധിച്ചിടത്തോളം അത് രണ്ട്, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയാനില്ല, രണ്ടുപേരും പ്രതിഭകളാണ്. ഞാൻ പെട്ടിട്ടുണ്ട്. അതെ, ഞാൻ ചെങ്കോലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യുന്ന ഒരു 22 കിലോമീറ്റർ ദൂരെയാണ് തിരുവനന്തപുരം സിറ്റി. അവിടെ ഞാൻ ഷൂട്ടിങ്ങിന് ഇറങ്ങുന്ന നേരത്തിൽ ഞാൻ പറഞ്ഞു, ലോഹിയിൽ നിന്ന് എടുക്കുന്നത് ജോണി ലാലും അല്ല മോഹൻലാലും ജോണിയൊക്കെ ആയിരുന്നു സീനാണ്. അപ്പോൾ ആ തലേദിവസം പറഞ്ഞു ജോണി എഴുതി തന്നില്ല. ഞാൻ ഷൂട്ടിങ്ങിനായിട്ട് രാവിലെ കുളിച്ച് റെഡി പോകുന്നത് അടുത്ത മുറിയിൽ നിന്ന് ലോഹി എഴുതിയ സീനും മേടിച്ചുകൊണ്ട് പോകും. ഞാൻ ആ സീൻ വായിച്ചിട്ടില്ല. ഞാൻ അവിടുന്ന് ക്യാമറമാൻ വേണുവിൻ്റെ വീട് വരെ പോകുന്നതിനിടയ്ക്കാണ് ഞാൻ ഈ സീൻ വായിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ സുരഭി എന്ന് പറയുന്ന കിരിക്കട ജോസിൻ്റെ മകളെ 485 രൂപ കൊണ്ട് ജോണിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ലാൽ അവിടെ വരുമ്പോൾ ജോണി പറയും, ആ കുട്ടി വന്നിട്ട് 485 രൂപ തന്നിട്ടുണ്ട്. ഈ 485 രൂപയുടെ കണക്ക് എനിക്കറിയില്ല, കാരണം അതിന് മുമ്പത്തെ സീനൊന്നും എടുത്തിട്ടില്ല. ഞാൻ വേണുവിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ബൂത്തിച്ചെടുത്ത് ലോഹി എന്താണ് ഈ 485 രൂപ? ഞാൻ ലാലിൻ്റെ സീൻ പറയുമ്പോൾ ലാലിൻ്റെ അടുത്ത് വെച്ച് എനിക്ക് ഉത്തരവില്ലല്ലോ. അപ്പോൾ ലോഹി പറഞ്ഞു, ഇതിന് മുമ്പ് ഈ പെൺകുട്ടിയുടെ എസ്റ്റഡി ബൂത്തിൽ ലാൽ ഫോൺ ചെയ്തിട്ട് 500 രൂപ കൊടുത്തു. അപ്പോൾ ബാക്കി ഇല്ലാത്തത് കൊണ്ട് അത് കയ്യിൽ വെച്ചു വന്നു. അവരെ സഹായിക്കാൻ വേണ്ടി പരോക്ഷമായിട്ട് ചെയ്തതാണ്. പക്ഷെ അവൾക്ക് അഭിമാനം കൊണ്ട് ആ പൈസ കൊണ്ട് ഇവിടെ തിരിച്ചു കൊടുക്കുന്നു. ഇങ്ങനത്തെ പെടലുകൾ മൊബൈൽ ഫോണും ഇല്ല ആ കാലത്ത്.
പല സിനിമയ്ക്കും ക്ലൈമാക്സ് പിന്നീട് ലാസ്റ്റ് എല്ലാവരും അറിയുള്ളൂ. രോഹിയുടെ അല്ല, അന്നത്തെ സിനിമയുടെ മൊത്തം രീതികൾ അങ്ങനെയായിരുന്നു. പക്ഷെ അത് ഒരു മിറാക്കിളായിരുന്നു. ആ പടങ്ങളൊക്കെ വലിയ വലിയ ഹിറ്റായിട്ടുണ്ട്. പലതും 10-20 ദിവസം കൊണ്ടൊക്കെ തീരുന്നല്ലേ. പിന്നെ അതാണ് 20 ദിവസം 25 ദിവസത്തിൽ ഒരു പടം തീരുമല്ലേ. ഈ കാതുകാതരൊക്കെ ദിവസം ഷൂട്ട് ചെയ്തതാണ്. 40 ദിവസം ഉണ്ടാവും. 2 ഷെഡ്യൂളൊക്കെ സ്ക്രിപ്റ്റിന്റെ പ്രശ്നമാണ് അല്ലേ? അത് കുറച്ച് സ്ക്രിപ്റ്റിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന് സ്ക്രിപ്റ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കൊടക്കനാലൊരു 15-20 ദിവസത്തെ ഷെഡ്യൂൾ ആദ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നമ്മൾ അതിനുവേണ്ടി ചാലക്കുടി ഷൂട്ട് ചെയ്തത്. ചാലക്കുടിയിൽ ഏകദേശം അത്ര ദിവസം ഉണ്ടായിരുന്നു. 15 ദിവസം ഉണ്ടായിരുന്നു. 15 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാച്ച് വർക്കുകൾ, സോങ്ങിന്റെ കുറച്ച് പാച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവില്ല. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ജോൺ പോളും ഭരതേട്ടനും കൂടിയും ആദ്യം ഒരു ഡിസ്കഷൻ ഇരുന്ന് ഇതുപോലെ കുറവുണ്ടായിരുന്നു. വേറെ കഥയായിരുന്നു. വേറെ കഥ കുറേ ദിവസങ്ങൾ കുറേ മുന്നോട്ടുണ്ടായി. അത് അവസരപ്പച്ചനായിട്ട് ഇരുന്ന് പാട്ടിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഭരതേട്ടൻ പറഞ്ഞത് വർക്കൗണ്ട് കഥ മാറ്റാം എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ചെറിയൊരു ഐഡിയയാണ് അങ്കിൾ പറഞ്ഞതാണ്. അത് ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്തപ്പോഴേക്കും മമ്മൂക്കാട് ഡേറ്റായി. സരിത വലിയ നായികയാണ്. അവരെയൊക്കെ ഡേറ്റും ആയി. ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുകയും വേണം. പിന്നെ കമ്പോസിംഗ് ഒക്കെ തന്നെ അങ്ങനെയാണ് നടക്കുന്നത്. അത് അവസരത്തിന്റെ ആദ്യത്തെ പടം തന്നെയായിരിക്കണം. ആ പാട്ടുകളൊക്കെ തന്നെ ഭരതേട്ടൻ്റെ ഇൻവോൾവ്മെന്റും വളരെയധികം ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ ഇതൊക്കെ ഒരു കോൺഫിഡൻസ് ആണ്. എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്കൊക്കെ കൂടുതൽ പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഡയറക്ടറും തിരക്കഥാകൃത്തും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കറക്റ്റ് ആണെങ്കിൽ ആ ഒരു കോൺഫിഡൻസിൽ എടുക്കാന്നുള്ളതാണ്. ഇപ്പൊ നിർമ്മാതാവും അവരെ കോൺഫിഡൻസിൽ എടുക്കും. അത് ജോൺ പോളും പറയുന്നത് അവർ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. മമ്മൂട്ടിക്കുണ്ട്. ആർട്ടിസ്റ്റിനന്ന് ആ പ്രശ്നമില്ല. ആർട്ടിസ്റ്റിന് ഇതേപോലെ കഥ പറഞ്ഞ് സ്ക്രിപ്റ്റ് വായിക്കുന്ന പ്രശ്നങ്ങളൊന്നും അന്നില്ല. കാരണം വെച്ചാൽ ഇവരെ വിശ്വാസത്തിലെടുക്കുന്നത് ഈ ഡയറക്ടറെ ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയാണ്. ഡയറക്ടറെ തിരക്കഥാകൃത്തിന്റെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു കാലത്തിലായിക്കൂടെയാണ് സിനിമ കടന്നു വരുന്നത്. പക്ഷെ പറഞ്ഞ കാര്യം ഇന്ന് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചോളം നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ കാര്യത്തിൽ പെർട്ടിക്കുലറായിട്ട് കഥ നേരത്തെ കേൾക്കണം, തിരക്കഥ ആദ്യം വായിക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് വിശ്വാസം എന്നതിനപ്പുറം അതിര് കവിഞ്ഞ വിശ്വാസത്തിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഭരത്. പ്ലാൻ ചെയ്തിരുന്ന കഥ എന്ന് പറയുന്നത് അത് ഒരു പൈങ്കിളി കഥയെന്ന് ബാലേന്ദ്ര മേനോൻ സാറിന്റെ കഥയുമായിട്ട് വളരെയധികം സാമ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദിവസം മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യുന്നു. ഭരതം എന്ന കഥ പ്ലാൻ ചെയ്തിട്ട് പിറ്റേ ദിവസം സിബി ഷൂട്ട് ചെയ്യുകയാണ്. അതിന് സെവൻ ആർട്സ് വിജയകുമാർ ഡിസ്ട്രിബ്യൂട്ടറാണ്, മോഹൻലാൽ പ്രൊഡ്യൂസറാണ്, ലോഹിദാസ് റൈറ്റർ, സിബി ഡയറക്ടർ. അപ്പൊ ഇവരുടെ എല്ലാം പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ പോലും സാധാരണ നമ്മള് സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ പാട്ട് ഷൂട്ട് ചെയ്യാം. ഇത് പാട്ടുണ്ടോ പാട്ട് പോലും ഇല്ലാതെ ഓൾറെഡി 2 ഷോ നമ്മൾ റെക്കോർഡ് ചെയ്തു. വേറെ കഥയ്ക്ക് വേണ്ടി മറ്റേ കഥ. അപ്പോ എനിക്ക് പുതിയ കഥ ഏതാണെന്ന് അറിയില്ല. എങ്ങനെ 3 ദിവസത്തെ ഗ്യാപ്പ് തന്നത്. അപ്പോ അതിന്റെ പൂജ കഴിഞ്ഞിട്ടാണ് ഞാൻ ലാലിനെയും വിജയകുമാറിനെയും എൻ്റെ മുറിയിൽ മോഹനുണ്ട് 3 പേരെയും എൻ്റെ മുറിയിൽ വിളിച്ച് കഥ കുറ്റിട്ടിട്ടാണ് പറയുന്നത് ഇതാണ് സംഭവം, കഥ മാറാൻ പോവാണ്. രാവിലെ പൂജ കഴിഞ്ഞു. പിന്നെ അപ്പോ സിബി എന്ന് പറഞ്ഞു നിങ്ങൾ ഡിസ്കസ് ചെയ്താവുന്ന ഒരു 3 days ബ്രേക്ക് നമ്മൾ എടുക്കുന്നു. കാരണം ഹോൾ യൂണിറ്റ്, ഹോൾ ആർട്ടിസ്റ്റ് എല്ലാം അസംബിൾ ചെയ്ത് പൂജയും കഴിഞ്ഞു, ഷൂട്ടിംഗ് തുടങ്ങാൻ പോയി. അപ്പൊ എല്ലാവരും ഒരു 3 days വെയിറ്റിംഗിലായാൽ നമ്മുടെ ഡിസിഷൻ ഞങ്ങൾക്കൊരു ഉച്ചയ്ക്ക് പോകാം. പിന്നെ ഞാൻ 4 മണിക്കൂറാണ് ചോദിച്ചത്. അല്ല നമ്മൾ പറ്റുമോ ഇല്ലയോ എന്ന് ആലോചിക്കാൻ 3 days ടൈം എടുത്തേക്കാം. നിങ്ങൾ പോയി ആലോചിക്കും. നിങ്ങൾ രണ്ടും കൂടെ മരിച്ചു. ആ ദിവസമാണ് പത്മനാഭ സാർ മരിച്ചത്. അങ്ങനെ നമ്മുടെ ഡിലേ ചെയ്താലും പറഞ്ഞില്ല. നമ്മൾ 4 ദിവസം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. അതെ ലാലപ്പോ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷെ പത്മനാഭ സാർ മരിച്ചിട്ട് പിന്നെ ലാല് പോയില്ല. ഒരുപാട് കഥകളും പ്രചരിച്ചിട്ടുണ്ട് കേട്ടോ. അക്കരെ 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 എന്ന് പറഞ്ഞ പടത്തിന്റെ സ്ക്രിപ്റ്റ് മുഴുവൻ മോഷണം പോയി, കളവ് പോയി. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമല്ല. പ്രൊഡ്യൂസറാണ് ഇരിക്കുന്നത്. സ്ക്രിപ്റ്റ് ബോക്സ് അതെ സ്ക്രിപ്റ്റ് പിന്നെ ലഗേജ് എത്താൻ വൈകി ടോട്ടലി പോയോ. പക്ഷെ അതിന്റെ കോപ്പി ഉണ്ടായിരുന്നു. ഒരു എന്തോ ചോദ്യം വന്നു. ചോദിച്ചു. ഇപ്പോഴും ഓർത്തിരിക്കുന്ന കത്തുകൾ, ഇപ്പം ജഗദീഷേട്ടനാണെങ്കിലും മമ്മൂക്കാണെങ്കിലും ഇപ്പോഴും ഓർത്തിരിക്കുന്ന
അല്ല, ഈ കത്തുകളെ കുറിച്ച് പറയുമ്പോൾ മമ്മൂക്ക ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അവര് ഒരു പ്രത്യേക ഒരു ബന്ധമുണ്ട്, ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. മമ്മൂക്കയ്ക്ക് വേണ്ടി ശ്രീനിവാസൻ ഡബ് ചെയ്ത ഒരു സിനിമ വരെ ഉണ്ട്, ഇല്ലേ? മമ്മൂക്കയ്ക്ക് വേണ്ടി ശ്രീനിവാസൻ ഡബ് ചെയ്ത ഒരു സിനിമ വരെ ഉണ്ട്. അത് മമ്മൂക്കയുടെ തിരക്കായിരുന്നു. അന്ന് അങ്ങനെ എങ്ങനെയാണ് സമ്മതിച്ചതെന്ന് അറിയില്ല. അത് എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ മമ്മൂക്കയ്ക്ക് വേണ്ടി ശ്രീനിവാസൻ ഡബ് ചെയ്ത ഒരു സിനിമ വരെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അവരിൽ അത്ര ബന്ധമുണ്ട്. വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ താമസിക്കുമ്പോൾ ശ്രീനിവാസൻ സ്ഥിരം സന്ദർശകനും അങ്ങനെ ആയിരിക്കണം ഈ കഥകളൊക്കെ കണ്ടിട്ടുണ്ടാവുക. ഞാൻ തിരുവനന്തപുരത്താണല്ലോ. ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോണൊക്കെ ഉള്ള സമയത്ത് പോലും ഇന്നത്തെ തലമുറയ്ക്ക് ഒരു സിനിമ ചെയ്യാൻ ഇപ്പൊ തന്നെ ഒരു 100 ദിവസം വേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ 20 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ഒരു സിനിമ തീർക്കുന്നത്. അതെങ്ങനെയൊക്കെയായിരുന്നു അറിയാൻ ആഗ്രഹം. അല്ല, ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഡിജിറ്റൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവരൊക്കെ പ്രൊഡ്യൂസറൊക്കെ ആദ്യം പറയുന്നത് ഇത്ര റോള് ഫിലിമുകളുണ്ടോ, അതിൽ പണം ഫിലിമിന് ഭയങ്കര വിലയാണ്, കിട്ടാനൊക്കെ പണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും കോൺഷ്യസ് ആണ്. പിന്നെ അന്ന് മോണിറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ടേക്ക് ഓക്കെ ആക്കാനായിട്ട് ഡയറക്ടർ മാത്രം തീരുമാനിച്ചാൽ മതി. ഡയറക്ടർ പറയുന്നത് ടേക്ക് എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിന് ഓക്കെയാണ്, ക്യാമറാമാൻ ഓക്കെ. പിന്നെ ക്യാമറാമാൻ മാത്രം വല്ല ലൈറ്റിൻ്റെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയുമ്പോൾ റീടേക്ക് എന്നല്ലാതെ ഡയറക്ടറെ വിശ്വാസം, അതോടെ ഞാൻ പറഞ്ഞത് ഡയറക്ടറെ വിശ്വാസത്തിൽ എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിൽ വന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ടുള്ള ഡിസ്കഷൻ എന്നുള്ള പരിപാടിയില്ല. ഇപ്പം ഞങ്ങൾ സീരിയലിലേക്ക് പോലും രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണിക്ക് ഷോട്ട് എടുത്തിരിക്കും, ആർട്ടിസ്റ്റും വന്നിരിക്കും. കുട്ടികൾ പറയില്ല, ആർട്ടിസ്റ്റും വന്നിരിക്കും. അപ്പം ഒരു ദിവസം എത്ര മണിക്കൂർ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം അനാവശ്യമായിട്ട് സീൻ എടുക്കുന്നില്ല, അനാവശ്യമായിട്ട് ഷോട്ട് എടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട്. ഇന്ന് എടുക്കുന്ന മാതിരി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ജനങ്ങൾ നോക്കി കാണുന്നില്ല. ഇപ്പം ഇന്ന് ഇവർക്കുള്ള ഏറ്റവും വലിയൊരു ചാലഞ്ച് അതാണ്, അല്ലേ? ഇവരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡയറക്ടർമാരെക്കാളും ആർട്ടിസ്റ്റുകളെക്കാളും വിവരമുള്ള ആൾക്കാരാണ് പ്രേക്ഷകർ. എന്ത് കുറ്റമുണ്ടെങ്കിലും ആദ്യം ഒരു പ്രേക്ഷകരെ കണ്ടുപിടിക്കുന്നുള്ള ഒരു കോൺഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് അതിൻ്റെതായ ടൈം വേണ്ടി വരും. അതൊക്കെ പല കാരണങ്ങളാണ്. പിന്നെ സിനിമ അന്ന് അങ്ങനെയാണല്ലോ, അല്ലേ? ഈ സിനിമയിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഏകദേശം എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് തുടങ്ങി പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാന ആർട്ടിസ്റ്റ് ഉൾപ്പെടെ ആസിഫ് ഉൾപ്പെടെ എല്ലാവരും ആ സമയത്ത് വന്നിട്ടുണ്ട്. 9 വന്നിട്ടുണ്ട്, ചില ദിവസങ്ങൾ 2 മണി വന്നിട്ടുണ്ട്, 2 മണിക്ക് ശേഷം വീണ്ടും 8 മണിക്ക് തുടങ്ങുമ്പോൾ വന്നിട്ടുണ്ട്. ഇതിൽ വന്നൊരു നമുക്കൊരു പ്രോപ്പർ പാനൽ പോകേണ്ടൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആസിക്ക് ഉൾപ്പെടെ എല്ലാവരോടും ഇവിടെ ഇല്ല, ആസിക്ക് ഉൾപ്പെടെ എല്ലാവരോടും ഇന്ന് എത്താൻ പറ്റിയില്ല. സാർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ നേരത്തെ പ്രോഗ്രാമിൽ വരാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ